അനാമികയും കൂടെ ഒരു റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് സംസാരിക്കുന്നതാണ്. അനാമിക കാമുകനോട് ചോദിക്കുന്നുണ്ട്, എത്ര നാളായി നമ്മൾ ഒന്നിച്ചുള്ളൊരു ജീവിതം സ്വപ്നം കാണുന്നു? ആ അനിയുമായിട്ടുള്ള വിവാഹത്തിന് മുൻപേ നമ്മൾ തമ്മിൽ മനസ്സുകൊണ്ട് ഒന്നായിരുന്നല്ലോ. അന്ന് എന്തോ എനിക്ക് പറ്റിയൊരു ചെറിയ തെറ്റാണ്. അതുകൊണ്ടാണ് ഞാൻ അന്ന് അനിയെ വിവാഹം കഴിച്ചത്. മാത്രമല്ല, നിന്റെ കുടുംബത്തിൻ്റെ സ്ഥിതിയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമല്ലോ. അനന്തപുരിയെ പോലൊരു കുടുംബത്തിൻ്റെ ഒപ്പം എത്താനൊന്നും നിങ്ങൾക്ക് സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സുകൊണ്ട് ഒന്നായവരല്ലേ. നമുക്കിനി ഒന്നിച്ചു പോകണമെങ്കിൽ എങ്ങനെ പോയാലും പൈസ കൂടിയേ തീരൂ. അതിന് അനിയെ പറ്റിച്ച് വേണം നമുക്ക് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാക്കിയെടുക്കാൻ. എന്തായാലും അനിയെ ഞാൻ സ്നേഹിച്ചത് മനസ്സുകൊണ്ടൊന്നും അല്ലല്ലോ. ഞാൻ മനസ്സുകൊണ്ട് സ്നേഹിച്ചത് നിന്നെ മാത്രമാണ്. അനിയല്ല, അവൻ്റെ പണത്തിനെയാണ് ഞാൻ സ്നേഹിക്കുന്നതെന്നൊക്കെ നിനക്കും അറിയാവുന്നതല്ലേ. ഇങ്ങനെയെല്ലാം അനാമിക കാമുകനെ സോപ്പിടാൻ വേണ്ടി പറയുമ്പോൾ അവൻ തിരിച്ചും പറയുന്നുണ്ട്, നീ ഒന്ന് വിചാരിച്ചിരുന്നെങ്കിൽ നമ്മുടെ രണ്ടുപേരുടെ വിവാഹം പണ്ടേ നടന്നു പോയേനെ. നമുക്ക് രണ്ടുപേർക്കും നല്ലൊരു ജീവിതം കിട്ടിയേനെ. നീ അതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ടല്ലേ അനിയുടെ പുറകെ പോയത്? ശരിക്കും പറഞ്ഞാൽ നീ എന്നെ തേച്ചതല്ലേടി. അപ്പോൾ അനാമിക, അയ്യോ അങ്ങനെ പറയല്ലേടാ. അവൻ്റെ കയ്യിലൊക്കെ പിടിച്ച് സമാധാനിപ്പിക്കുന്നുണ്ട്. ശേഷം പറയും, ഞാൻ നിന്നെ തേച്ചതൊന്നുമല്ല. എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ നിനക്കറിയാലോ. എൻ്റെ അച്ഛനും അമ്മയും എത്ര വലിയ കടക്കണിയിലാണെന്ന്. ആ കടമൊക്കെ തീർക്കണമെങ്കിൽ ഒരിക്കലും നമ്മളെക്കൊണ്ട് മാത്രം അത് സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ അനിയെ വലവീശി പിടിച്ചത്. ആ കുടുംബത്തിൽ ചെന്ന് കയറിയതിന് ശേഷം അവിടെ നിന്ന് പൈസയൊക്കെ അടിച്ചു മാറ്റി എൻ്റെ കുടുംബത്തിലെ കടം വീട്ടണമെന്നാണ് ഞാൻ വിചാരിച്ചത്. മാത്രമല്ല, നീ എന്നെ കാത്തിരിക്കുമായിരുന്നുവെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. നിനക്കെന്നെ അത്രയ്ക്കിഷ്ടമായിരുന്നല്ലോ. അപ്പം കാമുകം പറയും, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധം വളരെ വഷളായ രീതിയിലല്ലേ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പിന്നെ നിനക്ക് എന്തായാലും ഡിവോഴ്സ് കിട്ടുകയൊന്നുമില്ല, സ്വത്ത് കിട്ടുകയൊന്നുമില്ല. ഇനിയിപ്പം നീ ഡിവോഴ്സായി പോകണമെന്ന് വിചാരിച്ചാൽ പോലും നിനക്ക് നഷ്ടപരിഹാരം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നീ ഡിവോഴ്സായി പോകണമെന്നുള്ളത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അനി തന്നെ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് നിനക്ക് ഡിവോഴ്സ് വേണമെന്ന് നീ അവനോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ സന്തോഷത്തിൽ അവൻ നിനക്ക് നഷ്ടപരിഹാരം തരുമായിരിക്കും. എടാ, എനിക്ക് അങ്ങനെ കുറച്ച് നഷ്ടപരിഹാരം കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ കുറച്ച് നക്കാപ്പിച്ച കിട്ടിയിട്ട് എനിക്കെന്ത് ചെയ്യാനാ? എനിക്ക് അനന്തപുരിയിലെ സ്വത്തിൻ്റെ ഒരു വീതം തന്നെ വേണം. ആ വീതം കിട്ടണമെങ്കിലേ ഡിവോഴ്സ് നടത്തിയിട്ടൊന്നും ഒരു കാര്യവുമില്ല. പിന്നെ നിനക്കറിയാലോ, ഇതിനിടയിൽ എനിക്ക് ഒരു ശത്രു കൂടിയുണ്ട്, ആ നന്ദു. അവളോടും എനിക്ക് ഒടുങ്ങാത്ത പകയാടാ. ഞാൻ പോയി കഴിഞ്ഞാൽ അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടരുത്. അവളും അനിയും ഒന്നിക്കാൻ പാടില്ല. അവൾക്ക് അനന്തപുരി തറവാട്ടിൽ കയറി പറ്റാമെന്നാണ് വിചാരമെങ്കിൽ അതൊരിക്കലും നടക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്ക് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം. കുറച്ച് നാളുകൂടി കഴിഞ്ഞാൽ ആ നന്ദുവിനെ അവരുടെ വീട്ടുകാർ പിടിച്ച് കെട്ടിച്ചു വിട്ടോളും. അതോടുകൂടി ആ അനി ഭ്രാന്ത് പിടിച്ചവനെ പോലെ അലഞ്ഞു തിരിഞ്ഞ് നടന്നോളൂ. ഞാൻ അനിയെ ഉപേക്ഷിച്ച് നിൻ്റെ ഒപ്പം വരികയും ചെയ്യും. അല്ലെങ്കിൽ തന്നെ ഇപ്പം നമ്മുടെ ജീവിതം സൂപ്പറല്ലേ. കഴിഞ്ഞ ദിവസം ആ നന്ദു നമ്മളെ ലോഡ്ജിൽ നിന്ന് പിടിച്ചു തൊഴിച്ചാൽ നമ്മുടെ കാര്യം സുഖമല്ലേ. തുടർന്ന് അനാമിക കാമുകനെ കാണണമെന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശവും അവൾ പറയുന്നുണ്ട്. അത് വേറൊന്നിനുമില്ല, അനിക്കിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടി തന്നെയാണ്. എടാ, എനിക്ക് അനിയോണ്ടുള്ള ദേഷ്യം ദിവസം കഴിയും തോറും കൂടിക്കൂടി വരികയാണ്. അവൻ എന്നെ അവഗണിച്ച് എന്നോട് വഴക്കിട്ട് ആ നന്ദുവിനെ പൊക്കി പറയുന്നത് കേൾക്കുമ്പോഴാണ് എനിക്ക് അവനോടുള്ള ദേഷ്യം കൂടിക്കൂടി വരികയാണ്. അവനിട്ടൊരു പണി കൊടുക്കാനാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അവനെ എല്ലാവരും വെറുക്കണം. വെറുത്ത് അനന്തപുരിയിൽ നിന്ന് തന്നെ അവനെ പുറത്താക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ കാര്യങ്ങൾ കൊണ്ടെത്തിക്കണം. അതാണ് എൻ്റെ മോഹം. അപ്പോൾ കാമുകൻ ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ നടക്കാനാണ് അനാമികേ? അവനിപ്പോൾ എല്ലാവരുടെയും കണ്ണിലുണ്ണിയല്ലേ. നമ്മൾ വിചാരിച്ചാൽ എങ്ങനെ അവനെ എല്ലാവരും വെറുക്കുന്നത്? എല്ലാവരും കൂടി അവനെ അവിടെ നിന്ന് പുറത്താക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. അപ്പം കാമുകൻ ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ നടക്കും അനാമികേ? അവനിപ്പോൾ അവിടുത്തെ കണ്ണിലുണ്ണിയല്ലേ. നമ്മൾ വിചാരിച്ചാൽ എങ്ങനെയാ അവനെ എല്ലാവരും വെറുക്കുന്നത്? അതൊന്നും നടക്കുന്ന കാര്യമല്ല. എന്നാൽ അനാമിക കാമുകനോട് പറയും, അത് നീ പറഞ്ഞതൊക്കെ ശരിയാ. പക്ഷേ അവൻ ഒരു ബ്രാഞ്ചല്ല, 3 ബ്രാഞ്ചാണ് മുത്തച്ഛൻ അവനെ നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. എന്നാൽ അവനാണെങ്കിലോ അതിലൊന്നും ഒരു താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അവൻ ആ ബ്രാഞ്ചുകളിലേക്കൊന്നും പോകാറ് കൂടിയില്ല. അവിടെ വിശ്വസ്തരായ കുറേ ജോലിക്കാരൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ടത്.
അവരാണത്രേ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത്. ഇവനാണെങ്കിൽ അതൊന്നും നോക്കുകയോ എടുക്കുകയോ ചെയ്യാതെ നന്ദു നന്ദു എന്നും പറഞ്ഞിങ്ങനെ നടക്കുക. അതുകൊണ്ട് അവനിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടി നമുക്ക് ആ ബ്രാഞ്ചിലേക്കൊന്ന് ചെന്നാൽ മാത്രം മതി. അതേസമയം കാമുകൻ ചോദിക്കുന്നുണ്ട്, ബ്രാഞ്ചിലേക്ക് ചെന്നാൽ അവനെങ്ങനെ നമുക്ക് പണി കൊടുക്കാൻ പറ്റുന്നത്? അപ്പോൾ അനാമിക കാമുകനോട് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കും, ഞാനിപ്പോൾ ആരാ, അനിയുടെ ഭാര്യയല്ലേ. ഞാൻ ജ്വല്ലറി ചെന്നാൽ അവിടെയുള്ള ആരും എന്നോട് എന്തിനാ ഇങ്ങോട്ട് വന്നതെന്നൊന്നും ചോദിക്കാൻ പോകുന്നില്ല. കാരണം അനിയുടെ ഭാര്യയായ എനിക്ക് അനിയെപ്പോലെ തന്നെ അവകാശമുണ്ട്. കട നോക്കി നടത്താനുള്ള എല്ലാ അവകാശങ്ങളും എനിക്കുമുണ്ട്. അതുകൊണ്ട് അവിടെ ചെന്നിട്ട് കണക്കിലും കാര്യങ്ങളിലുമൊക്കെ എന്തെങ്കിലും തിരിമറി ഒപ്പിക്കണമെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് തന്നെ. ഇക്കൂട്ടത്തിൽ കുറച്ച് ക്യാഷും സ്വർണ്ണവും ഒക്കെ അടിച്ചു മാറ്റണം. കണക്കിൽപ്പെടുത്താത്ത കുറച്ച് സ്വർണ്ണം അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഓഡിറ്റ് വരുന്ന സമയത്ത് അത് അനിയുടെ തലയിലിരിക്കും. കാരണം അനിയുടെ ബ്രാഞ്ചിലാണല്ലോ ഇങ്ങനൊരു പ്രശ്നം വരുന്നത്. ഇതെല്ലാം അനിയുടെ പിടിപ്പുകേടാന്ന് കരുതിക്കൊണ്ട് കുറ്റം മുഴുവൻ അനിയുടെ മേലെ എല്ലാവരും ആരോപിക്കുകയുള്ളൂ. കാമുകനാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ചെറുതായിട്ടൊന്ന് ടെൻഷൻ അടിക്കുന്നുണ്ട്. അവൻ ചോദിക്കുന്നുണ്ട്, പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നീ അനന്തപുരിയിൽ നിന്ന് പുറത്താകില്ലേന്ന്. എടാ, പിടിക്കപ്പെടുകയൊന്നുമില്ല, നമ്മൾ അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. കാരണം അനന്തപുരിയിൽ ആദർശം നയനെ ഒഴിച്ച് ബാക്കി എല്ലാവരും എനിക്ക് സപ്പോർട്ടുള്ളവരാ. മുത്തശ്ശിനും മുത്തശ്ശിക്കൊന്നും എന്നോട് വലിയ ഇഷ്ടക്കുറവൊന്നുമില്ല. ഞാനും അനിയും തമ്മിലുള്ള ബന്ധത്തിൽ കുറച്ച് ഉലച്ചിലൊക്കെ ഉണ്ടെന്ന് അവർക്ക് അറിയാമെങ്കിലും ഞാൻ അവിടുത്തെ മരുമകൾ സ്ഥാനം ഇട്ടെറിഞ്ഞു പോകണമെന്നൊന്നും അവരൊരിക്കലും ആഗ്രഹിക്കില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ എന്നെ ആരും സംശയിക്കുകയില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. പിന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരേ ഒരാൾ അവിടെ ഉണ്ടല്ലോടാ, എൻ്റെ അമ്മായിയമ്മ. അവർക്കെന്നെ ഭയങ്കര വിശ്വാസമാണ്. ആരെന്ത് പറഞ്ഞാലും അവരെൻ്റെ കൂടെ നിൽക്കുകയുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഏക പിടിവള്ളി. അതുകൊണ്ട് ഈ ഒരു പ്ലാൻ നടപ്പിലാക്കണം തന്നെ ഉറപ്പിച്ച് തീരുമാനിക്കുകയാണ് അനാമിക. എന്നാൽ അനാമികയും കാമുകനും റെസ്റ്റോറൻറ്റിലേക്ക് കയറിപ്പോകുന്നത് കണ്ടുകൊണ്ട് തന്നെ അവരെ വെയിറ്റ് ചെയ്ത് പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു രണ്ടുപേര്. അത് മറ്റാരുമല്ല, നമ്മുടെ അനാമികയെ പൊന്നുപോലെ സ്നേഹിക്കുന്ന അനാമികയുടെ അമ്മായിയമ്മ നമ്മുടെ ജാനകി. പിന്നെ അനിയുടെ അച്ഛനും അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അജയനാണെങ്കിൽ അനാമികയോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ സ്വന്തം മകന്റെ ജീവിതം തകർന്നു പോകരുതെന്നൊരു ആഗ്രഹം അയാൾക്കുണ്ട്. ഏതായാലും അനാമികയും കാമുകനും റെസ്റ്റോറൻറ്റിലേക്ക് കയറുന്നതും ഇറങ്ങുന്നതുമെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ജാനകിയും അജയനും. ജാനകി അപ്പം തന്നെ അജയനോട് പറയുന്നുണ്ട്, നിന്റെ മകന് നന്ദുവായിട്ട് കൂട്ടിച്ചേർത്ത് കഥകൾ പരത്തുന്ന നിന്റെ മരുമകൾ അനാമികയ്ക്ക് ഇങ്ങനൊരു ബന്ധം ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അപ്പോൾ ജാനകി പറയും, ഏയ് അങ്ങനെയൊന്നുമില്ല, അനാമിക മോളെ നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളാവുമ്പോൾ ആൺ സുഹൃത്തുക്കളൊക്കെ കാണുന്നേ, അവർ തമ്മിൽ ഫ്രണ്ട്ഷിപ്പായിരിക്കും. അനി അവളെ ഇങ്ങനെ അവഗണിക്കുമ്പോൾ അവൾക്കും കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ ഒരാൾ വേണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാനകി അനാമികയെ സപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പോൾ അജയന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അജയന് നേരത്തെ അനാമികയെ സംശയം ഉള്ളത് കൊണ്ട് തന്നെ ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല എന്നവൻ കരുതുന്നുണ്ട്. അനാമികയും ആ പയ്യനും കൂടെ സംസാരിക്കുന്നത് എന്താണെന്ന് നമുക്കും കേൾക്കണമെന്നിങ്ങനെ പറയുമ്പോൾ ജാനകി അപ്പം ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ നമ്മൾ കേൾക്കും, അതെങ്ങനെ നമ്മളെ കൊണ്ട് പറ്റും, അനാമികയും ആ പയ്യനും എന്താ സംസാരിക്കുന്നതെന്ന്. അജയനപ്പം എന്തോ മനസ്സിൽ കരുതിക്കൂട്ടിക്കൊണ്ട് പറയുന്നുണ്ട്, അതൊക്കെ പറ്റും, അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് ഫോൺ എടുത്തിട്ട് ആരോടെ പറയുന്നുണ്ട്, എടാ നീ ഇവിടം വരെ ഒന്ന് വരുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോലിക്കാരനെ വിട്ടാലും മതി. എന്നാൽ അജയൻ ഈ സംസാരിക്കുന്ന ആരോടാണെന്ന് ജാനകിക്ക് മനസ്സിലായില്ല. ജാനകി ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്. തുടർന്ന് അജയൻ അയാളോട് ആവശ്യപ്പെടുന്നുണ്ട്, ഞാൻ പറയുന്നതല്ല നീ അക്ഷരം പ്രതി അനുസരിക്കണമെന്ന്. അജയൻ വിളിക്കുന്ന ആളെ കാണിക്കുന്നുണ്ട്. അയാളാണെങ്കിൽ അനാമികയും കാമുകനും കൂടെ കയറിയ റെസ്റ്റോറൻറ്റിലെ മാനേജറാണ് കേട്ടോ. അജയൻ്റെ ആവശ്യം കേൾക്കുന്ന മാനേജറാണെങ്കിൽ താൻ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചെയ്തു തരാമെന്ന് വാക്കും കൊടുക്കുന്നുണ്ട്. കാരണം അജയൻ പണ്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഈ മാനേജറെ. അപ്പോൾ ആ ഒരു നന്ദിയോടെ അയാൾ അതിന് സമ്മതിക്കും. അങ്ങനെ ഇപ്പം തന്നെ ഒരാളെ പറഞ്ഞു വിടാമെന്ന് അയാൾ പറയുന്നുണ്ട്. അങ്ങനെ മാനേജർ പറഞ്ഞു വിട്ട ആൾ അപ്പം തന്നെ അജയൻ്റെ അരികിലേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താണ് സാർ, എന്താ വേണ്ടത്, മാനേജറാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അത് പിന്നെ വേറൊന്നുമല്ല, ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. എന്നിട്ട് അനാമിക ഇരിക്കുന്ന ഭാഗത്തേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നുണ്ട്, ദേ ആ ഇരിക്കുന്ന പെൺകുട്ടിയില്ലേ, ആ ഇരിക്കുന്ന പെൺകുട്ടിയുടെ അരികിലായിട്ട് നീ ഇതൊന്ന് കൊണ്ടുവെക്കണം, അവരറിയാതെ. അയാളപ്പോൾ അതെന്തിനാണെന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും നീ അപ്പം തിന്നാൽ മതി, കുഴി എണ്ണണ്ട എന്നൊക്കെ പറഞ്ഞ് അയാൾക്ക് കുറച്ച് ടിപ്പൊക്കെ കൊടുത്ത് വിടുന്നുണ്ട്.
അങ്ങനെ ഏതായാലും അയാൾ പിന്നെ അനാമിക ഇരിക്കുന്ന ടേബിളിൻ്റെ അരികിലായിട്ട് ഫോൺ കൊണ്ടുവെക്കുന്നുണ്ട്. ഫോണിലാണെങ്കിൽ റെക്കോർഡർ ഓണായിരുന്നു. റെക്കോർഡറൊക്കെ ഓണാക്കിയിട്ടാണ് അത് അവിടെ കൊണ്ടുവച്ചത്. അജയനും ജാനകിയാണെങ്കിൽ അക്ഷമരായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് അടുത്ത് എന്താ സംഭവിക്കുന്നതെന്നറിയാൻ വേണ്ടിയിട്ട്. ജാനകി എൻ്റെ കൂട്ടത്തിൽ പറയുന്നുണ്ട് ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല, നമ്മൾ അവളെ സംശയിക്കേണ്ട ഒരു കാര്യവുമില്ല, അതൊക്കെ തെറ്റല്ല അജയേട്ടാ, നമ്മുടെ അനിയാണ് അവളെ ഇങ്ങനെ പറ്റിച്ചോണ്ടിരിക്കുന്നത്. നന്ദുവിൻ്റെ പുറകെ അനി നടക്കുന്നത് നിങ്ങൾക്കും അറിയാവുന്നതല്ലേ, നമ്മൾ എത്ര തവണ അവനെ വിലക്കിയിട്ടുള്ളതാ അവളെ കാണാൻ പോകരുതെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അവൻ അത് അനുസരിക്കുന്നുണ്ടോ? നമ്മുടെ മകൻ ചെയ്ത തെറ്റിന് ഇപ്പം അനാമികയെ ശിക്ഷിക്കുന്നത് പോലെയല്ലേ നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ. നമ്മൾ അനാമിക മോളെ സംശയിക്കാൻ പാടില്ല അജയേട്ടാ. ഇതൊക്കെ കേട്ടിട്ടും അജയനൊരു കുലുക്കം ഇല്ലാതിരിക്കുകയാണ്. അജയൻ പറയുന്നുണ്ട് നമ്മൾ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്നൊക്കെ അതിങ്ങോട്ട് വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. അജയൻ്റെ ആ കോൺഫിഡൻസ് കാണുമ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട് അതെന്താ നിങ്ങൾക്ക് ഇത്ര ഉറപ്പ്? ഏയ് എനിക്ക് ഉറപ്പൊന്നുമില്ല. അനിയും അനാമികയും നല്ല രീതിയിൽ പോകണമെന്ന് തന്നെ ഞാനും ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷേ ഇപ്പം ഇവരെ ഇങ്ങനെ കണ്ട സ്ഥിതിക്ക് ഞാൻ പലതും ഓർത്തു പോവുകയാണ്. ഇപ്പം മാത്രമല്ല പല തവണ ഇതിനു മുമ്പും ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ ജാനകി വല്ലാണ്ട് ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് ജാനകി ചോദിക്കുന്നുണ്ട് എന്നിട്ടെന്താ ഇത് നിങ്ങൾ ഇതുവരെ എന്നോട് പറയാതിരുന്നത്? എന്നാൽ അജയനാട്ടെ ആ അവസരം ഇപ്പോഴാണ് കിട്ടിയത്, അതുകൊണ്ട് പറഞ്ഞു എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. എന്തായാലും ജാനകിയും അജയനും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അനാമിക കാമുകൻ്റെ ബൈക്കിൽ കയറി പോകുന്നുണ്ട്. അങ്ങനെ അവർ പോയി കഴിഞ്ഞപ്പോൾ ആ വെയിറ്റർ ആ ഫോണുമായിട്ട് ഓടി വരുന്നുണ്ട്. എന്നിട്ട് അജയനോട് ചോദിക്കുന്നുണ്ട് സാർ താമസിച്ചു പോയോ? അവരിപ്പം അങ്ങ് ഇറങ്ങിയതേ ഉള്ളൂ, ഇതാ പിടിച്ചോളൂ. അയാൾ ആ ഫോണ് അജയന് കൊടുക്കുകയാണ്. അജയനാണെങ്കിൽ അയാളോട് ഈ ഒരു ഉപകാരം ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞ് നന്ദിയൊക്കെ പറയുന്നുണ്ട്. ഇക്കാര്യം ആരോടും പറയരുതെന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ ഇല്ല സർ ഞാൻ ഇക്കാര്യം ആരോടും പറയില്ല എന്ന് പറയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ അജയന് മാനേജർ കോള് വരുന്നുണ്ട്. മാനേജർ ചോദിക്കുന്നുണ്ട് ഫോൺ കിട്ടിയോ, ആവശ്യം നടന്നോന്നൊക്കെ. അപ്പം അജയൻ പറഞ്ഞു കൊടുക്കും അതൊക്കെ നടന്നു, എല്ലാം പറഞ്ഞ പോലെ തന്നെ ചെയ്തു. പിന്നെ നിന്റെ സ്റ്റാഫ് മിടുക്കനാ, പറഞ്ഞതെല്ലാം അക്ഷരം പ്രതി അനുസരിച്ചു. അങ്ങനെ ആ വെയിറ്റർ അവിടെ നിന്ന് പറഞ്ഞു വിട്ട് അജയൻ ഫോൺ ഓൺ ചെയ്യുമ്പോഴാണ് ആ ഞെട്ടിക്കുന്ന വിവരങ്ങൾ അറിയുന്നത്. പല സത്യങ്ങളും വെളിപ്പെടുന്നുണ്ട്. ഫോണിലെ റെക്കോർഡിംഗ് എല്ലാം തന്നെ അജയനും ജാനകിയുടെ കേൾക്കുകയാണ്. അനാമികയും കാമുകനും കൂടെ സംസാരിച്ച കാര്യങ്ങളെല്ലാം അവരിങ്ങനെ കേൾക്കുമ്പോൾ അനിയെ ചതിക്കുന്നതിനെ പറ്റിയും അനിയുടെ ബ്രാഞ്ചിൽ നിന്ന് സ്വർണങ്ങൾ മോഷ്ടിക്കുന്നതിനെ പറ്റിയും അവർ പ്ലാൻ ഇടുന്നതൊക്കെ കേട്ട് ജാനകിയും അജയനും ആകെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവുകയാണ്. ഇതെല്ലാം കേട്ട് ആ വഞ്ചിക്കയെ ഞാൻ കൊല്ലും എന്നും പറഞ്ഞ് ജാനകി അലറുന്നുണ്ട്. എൻ്റെ മകനെ ചതിച്ചത് മാത്രമല്ല, കല്യാണത്തിന് മുമ്പേ അവൾക്ക് ഈ ചെറുക്കനുമായിട്ട് അടുപ്പമുണ്ടായിരുന്നു. അതേ ജാനകി, നമ്മൾ കരുതുന്ന പോലെയല്ല ആരും. നമുക്കിപ്പോൾ ആരെ വിശ്വസിക്കാൻ പറ്റത്തില്ല. എന്തായാലും ഈ തെളിവ് കിട്ടിയത് നന്നായി. തൽക്കാലം നീ ഇതാരോടും പറയാൻ നിൽക്കണ്ട എന്നൊക്കെ അജയൻ ഇങ്ങനെ പറയുമ്പോൾ അവളെ ഈ ചെയ്തതിനെല്ലാം അവളെ ഞാൻ വെറുതെ വിടില്ല എന്ന് കാലി തുള്ളിക്കൊണ്ട് ജാനകി പറയുന്നുണ്ട്. പിന്നീട് അവർ ചിന്തിക്കുന്നുണ്ട് അനാമിക ഒരു കാരണവശാലും കടയിൽ നിന്ന് സ്വർണം മോഷ്ടിക്കുന്നതിന് അനുവദിച്ചുകൂടാ എന്ന്. അങ്ങനെ സംഭവിച്ചാൽ അത് മുത്തശ്ശനും മുത്തശ്ശിക്കും അനന്തപുരി തറവാടിന് തന്നെ വലിയൊരു നാണക്കേടുണ്ടാക്കും. അതുകൊണ്ട് അങ്ങനെയൊന്നും സംഭവിച്ചുകൂടാ എന്നുള്ളൊരു രീതിക്ക് തന്നെ അജയൻ അനിയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ ഇപ്പോൾ എവിടെയാണ്? അത് ഞാനിപ്പോൾ പുറത്തു വരെ വന്നതെന്ന് അനി പറയുമ്പോൾ നിനക്ക് കടയെക്കുറിച്ച് ഒരു ചിന്തയില്ലേ എൻ്റെ അനി? നീ ഇപ്പോൾ തൽക്കാലം ബ്രാഞ്ചിലേക്ക് ചെല്ല്, അവിടെ ചിലപ്പോൾ ഓഡിറ്റർ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നീ അവിടെ ചെന്ന് കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യണം. അനിയാണെങ്കിൽ അത് കേൾക്കുമ്പോൾ തന്നെ ശരി അച്ഛാ ഞാനിപ്പോൾ തന്നെ പോകാമെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്തു. അനി അവിടെ എത്തിയാൽ തന്നെ അനാമികയ്ക്ക് ഈ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടത്താൻ സാധിക്കില്ല. ആ ഒരു കാരണത്താലാണ് അജയൻ അനിയെ അങ്ങോട്ട് പറഞ്ഞുവിടാൻ ശ്രമിക്കുന്നത്. അക്കാര്യം ജാനകിയോടും പറയുന്നുണ്ട്. എന്നിട്ട് ജാനകിയോടായിട്ട് വീണ്ടും പറയുന്നുണ്ട് ഈ ഒരു കാര്യം നമ്മൾ അറിഞ്ഞു എന്നുള്ളത് ഒരിക്കലും ആരും അറിയാൻ പാടില്ല. അനാമിക എത്ര വലിയ തെറ്റാ ചെയ്തതെന്ന് നമുക്ക് മാത്രമേ അറിയാവൂ. അതുമാത്രമല്ല ഇനിയും പല രഹസ്യങ്ങളും പുറത്തു വരാനുണ്ട്. അനാമികയുടെ സ്വഭാവത്തിൽ ഇതിനു മുമ്പും എനിക്ക് പല സംശയങ്ങളും തോന്നിയിട്ടുണ്ട്. അവളുടെ മാത്രമല്ല അവളുടെ അച്ഛൻ്റെ അമ്മയുടെ സ്വഭാവത്തിലും എനിക്ക് ചില സംശയങ്ങളുണ്ട്. എല്ലാ കള്ളത്തരങ്ങളും പുറത്തു കൊണ്ടുവരണമെങ്കിൽ നീ ഇതൊന്നും അറിഞ്ഞതായിട്ട് ഭാവിക്കരുത്.
നീ അനാമികയോട് ദേഷ്യപ്പെടരുത് ജാനകി. ജാനകിക്കാണെങ്കിൽ ഇപ്പം അറിഞ്ഞ സത്യങ്ങൾ തന്നെ സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അതുകൊണ്ട് തന്നെ അജയനോട് ചോദിക്കുന്നുണ്ട്, ഇത്രയെല്ലാം അറിഞ്ഞിട്ടും ഞാൻ ഇനിയും അവളെ സ്നേഹിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ല ജാനകി, നീ അവളെ സ്നേഹിക്കണ്ട, സ്നേഹിക്കുന്നതായിട്ട് അഭിനയിക്കണം. എന്നാൽ ജാനകി പറയുന്നുണ്ട്, എനിക്കതിന് സാധിക്കില്ല. എനിക്ക് അവളെ കാണുമ്പോഴേ എന്തെങ്കിലുമൊക്കെ ചെയ്യാനാ തോന്നുന്നത്. പക്ഷേ അജയൻ വീണ്ടും പറഞ്ഞു കൊടുക്കും, ജാനകി, നീ അങ്ങനെ ചെയ്ത പല രഹസ്യങ്ങളുടെയും ചുരുളഴിയാതെ പോകും. നമുക്ക് ആ രഹസ്യങ്ങളൂടെ പുറത്തു കൊണ്ടുവരണ്ടേ? അതുകൊണ്ട് നീ അഭിനയിച്ച് തന്നെ നിൽക്കണം. അതിന് മികച്ച അഭിനയം തന്നെ നീ കാഴ്ചവെക്കണം. ശരിയെന്ന് സമ്മതിക്കുന്നുണ്ട് ജാനകി. പക്ഷേ എനിക്കിപ്പം നയനയോടൊക്കെ സ്നേഹം തോന്നുക അജയേട്ടാ. നയനെയും നന്ദുവിനെയൊക്കെ ഞാൻ കുറ്റപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇപ്പം അവർ പറഞ്ഞതൊക്കെ സത്യമായി. നമ്മുടെ മകൻ്റെ ജീവിതം ഇനി എന്ത് ചെയ്യും എന്നൊക്കെ സങ്കടത്തോടെ കുറ്റബോധത്തോടെ ജാനകി ഇങ്ങനെ പറയുന്നുണ്ട്. ജാനകിയോടായിട്ട് അജയൻ പറയുന്നുണ്ട്, നമ്മുടെ മകൻ്റെ ജീവിതം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും ജാനകി. അവന് നല്ലൊരു പെണ്ണിനെ തന്നെ നമ്മൾ കണ്ടെത്തും. അവൻ്റെ ജീവിതം തകരാൻ കാരണം അനാമികയാണ്. അതുകൊണ്ട് നമുക്കവന് നല്ലൊരു പെണ്ണിനെ തന്നെ കണ്ടെത്തണം. അതിന് അവൻ സമ്മതിക്കുമോ? അവൻ്റെ മനസ്സ് നിറയെ ആ നന്ദു അല്ലേ എന്നിങ്ങനെ സംശയത്തോടെ ജാനകി ചോദിക്കുന്നു. അവൻ്റെ മനസ്സ് നിറയെ നന്ദു ആയിരിക്കാം. പക്ഷേ അവളിനി നമ്മുടെ വീട്ടിലേക്ക് വരാൻ തയ്യാറാവുകയില്ല. കാരണം നന്ദുവിനൊരു പക്ഷേ അനിയെ ഇഷ്ടമായിരിക്കും. പക്ഷേ അവളുടെ അഭിമാനം അതിന് സമ്മതിക്കുകയില്ല. നമ്മളെല്ലാവരും അവരുടെ ബന്ധത്തെ എത്രയോ തവണ എതിർത്തതാണ്. നീ തന്നെ എത്രയോ തവണ നന്ദുവിനെയും അനിയും ചേർത്ത് കഥകൾ മെനഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അവളെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ അവളുടെ അച്ഛനും അമ്മയും സമ്മതിക്കില്ല. അവർക്ക് മുമ്പ് പണത്തോട് ആർത്തിയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നയനയും നവ്യയും നമ്മുടെ കുടുംബത്തിലേക്ക് എന്നെ വിവാഹം കഴിച്ചയപ്പിച്ചത്. പക്ഷേ ഇപ്പം അതെല്ലാം അവർക്ക് മാറി. സമാധാനവും സന്തോഷവും നിറഞ്ഞൊരു ജീവിതം മാത്രമാണ് ഇപ്പം അവർ ആഗ്രഹിക്കുന്നത്. എന്തായാലും ജാനകി, നമുക്കായിരുന്നു തെറ്റ് പറ്റിയത്. ഇനിയിപ്പോൾ നീ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യണം, അനുസരിക്കണം. ശരി, ഞാൻ ശ്രമിക്കാം എന്ന് ജാനകി മറുപടി കൊടുക്കുമ്പോൾ, ശ്രമിച്ചാൽ മാത്രം പോരാ, നീ അത് അനുസരിച്ചേ പറ്റൂ. നിന്റെ നല്ല മരുമകൾ അനാമിക തന്നെയാണ്. നന്ദു നിന്റെ ശത്രു. നയനയോട് നിനക്ക് ദേഷ്യമാണല്ലോ. നീ ഇപ്പോഴും ആ രീതിയിൽ തന്നെ വേണം പെരുമാറാൻ. അജയൻ പറഞ്ഞതെല്ലാം കേട്ട് തലകുലുക്കി സമ്മതിക്കുന്നുണ്ട് ജാനകി. ഈ സമയത്ത് നമ്മുടെ അനാമിക കാമുകനുമായിട്ട് നല്ല ആഹ്ലാദത്തിൽ സന്തോഷിച്ച് ആ ബ്രാഞ്ചിലേക്ക് ചെല്ലുകയാണ്. അനി പുറത്തെവിടെയോ പോയിരിക്കുകയാണെന്നുള്ള രീതിക്കാണ് അവർ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അങ്ങനെ ജ്വല്ലറിയിലെത്തി അവിടുത്തെ സ്റ്റാഫിനോട് ചോദിക്കുമ്പോൾ അനിസാർ കുറച്ചു മുമ്പ് പുറത്തു പോയായിരുന്നു, പിന്നെ ഇതുവരെ വന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ അനാമിക്ക് നല്ല സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാനേ കുറച്ച് കാര്യങ്ങൾ നോക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ എനിക്ക് ഫയൽസും അക്കൗണ്ടും കാര്യങ്ങളും ഒക്കെ ഒന്ന് കാണണം. സാർ എന്നോട് പറഞ്ഞിരുന്നു ഇതൊക്കെ ഒന്ന് പരിശോധിക്കാൻ. നാളെ ഓഡിറ്റിങ്ങിന് ആൾ വരുമെന്ന്. അതിനുവേണ്ടിയാണ്. പിന്നെ എൻ്റെ ഒപ്പം ഉള്ളത് സിയ ഒക്കെ പഠിച്ച ആളാണ്. അക്കൗണ്ട്സ് ഒക്കെ പരിശോധിക്കാൻ വേണ്ടി ഞാൻ തന്നെ കൂട്ടിക്കൊണ്ട് വന്നതാണ്. ഞങ്ങളുടെ പേഴ്സണൽ സ്റ്റാഫാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അനാമിക തൻ്റെ കാമുകനെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. പിന്നീട് കാമുകനെയും കൂട്ടി അകത്തേക്ക് പോകും. അങ്ങനെ അക്കൗണ്ടൊക്കെ പരിശോധിക്കാനായിട്ട് അവരകത്തേക്ക് പോകാൻ തുടങ്ങുന്ന സമയത്താണ് അനിയുടെ ബൈക്ക് കടയുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. ഇത് കണ്ട അനാമികയും കാമുകനും അങ്ങ് ഞെട്ടിപ്പോകുന്നുണ്ട്. അനാമികയ്ക്ക് മനസ്സിലാകുകയാണ് ഇനി തൻ്റെ പ്ലാൻ ഒന്നും നടക്കില്ല. അനി വന്നല്ലോ, ഇനിയിപ്പോൾ ഓഡിറ്റിങ്ങിന് അക്കൗണ്ട്സും കാര്യങ്ങളും ഒക്കെ അനി തന്നെ പരിശോധിച്ചോളൂ ആയിരിക്കുമല്ലേ എന്ന് പറഞ്ഞ് പെട്ടെന്ന് അവിടെ നിന്ന് മുങ്ങാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ അവർ ജ്വല്ലറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ അനി അകത്തേക്ക് കയറി വരികയാണ്. അനാമികനെ കാമുകനെ അവിടെ കണ്ടപ്പോൾ അനി ആകെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് അനിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, സാർ ഇവിടെ ഇല്ലെന്ന് കരുതി മാഡം അക്കൗണ്ടൊക്കെ പരിശോധിക്കാനായിട്ട് വന്നതാണ്. അനിക്കാണെങ്കിൽ അനാമികയുടെ ഉദ്ദേശം ഏകദേശം പിടികിട്ടുന്നുണ്ട്. അനി അങ്ങനെ ദേഷ്യത്തോടെ അനാമികയെ നോക്കുകയാണ്. അനാമിക ഇപ്പോൾ കളത്തിലൊക്കെ മറച്ചു പിടിച്ച് മുഖത്തൊരു ചിരിയൊക്കെ വരുത്തി അനിയോട് ചോദിക്കുകയാണ്, അനിയനോട് അക്കൗണ്ട്സൊക്കെ നോക്കാൻ വേണ്ടി വരാൻ പറഞ്ഞിരുന്നില്ലേ? അതിനാണ് ഞാൻ ഈ സ്റ്റാഫിനെയും കൂട്ടി വന്നത്. ഇതും പറഞ്ഞ് അനാമിക അവിടെ നിന്ന് തടി തപ്പാൻ നോക്കുമ്പോൾ അനാമിക പറഞ്ഞതെല്ലാം കള്ളമാണെന്നുള്ളത് അനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും അനി അവിടെ വെച്ചൊരു സീനുണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല. ആളുകളുടെ മുന്നിൽ വെച്ച് വഴക്കുണ്ടാക്കാൻ അവന് മനസ്സ് അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ പറയുന്നുണ്ട്, വീട്ടിൽ ചെന്ന് നമുക്ക് നല്ല രീതിയിലൊന്ന് കാണണം എന്ന് പറഞ്ഞ് സൗമ്യമായ രീതിയിൽ പറഞ്ഞു വിടുന്നുണ്ട്. അനാമികയാണെങ്കിൽ ശരിയെന്നും പറഞ്ഞ് കാമുകൻ്റെ കൂടെ ബൈക്ക് കയറി പാഞ്ഞുപോയി. ഇതെല്ലാം കണ്ട് നിരാശനായി നിന്ന അനിയുടെ അരികെ മാനേജർ വന്നിട്ട്
അതാരാ അനി മോനെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അനി അത് എൻ്റെ കസിനാണെന്ന് കള്ളം പറയുകയാണ്. അനാമികയുടെ കൂടെ വന്നത് അക്കൗണ്ട് നോക്കാൻ വന്ന ആളാണെന്നും മാനേജർ അതൊക്കെ വിശ്വസിച്ച് പോകുന്നുണ്ടെങ്കിലും അനിയുടെ മനസ്സിൽ അനാമികയോടുള്ള ദേഷ്യം ഇങ്ങനെ ആളി കത്തുകയാണ്.